കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ക്ലാസ് എടുക്കുന്നത്. കടന്നു വന്ന എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എക്ലീഷ്യോളജിയാണ്, സഭാശാസ്ത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ സഭയുടെ അടിസ്ഥാന സ്വഭാവങ്ങളെ കുറിച്ച് നമുക്ക് ഭാഗികമായി ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവസഭയുടെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് കൂട്ടായ്മ എന്നുള്ളതും, ശുശ്രൂഷ എന്നുള്ളതും, സാക്ഷ്യം എന്നുള്ളതും. 3 പദങ്ങൾ നമ്മൾ ചിന്തിച്ചു: കൊയ്നോനിയ, ഡയക്കോണിയ, മാർട്ടൂറിയ. ദൈവസഭ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതാണ്. ദൈവസഭ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതാണ്. ദൈവസഭ ക്രിസ്തുവിനോടുള്ള സാക്ഷ്യം വഹിക്കുന്നതിൽ നിലനിൽക്കുന്നതാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രിയേഷൻ. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. ഒരു സിസ് തിയോളജൻ എമിൽ ബർണർ പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. തീ അതിന്റെ ജ്വാലയിൽ നിൽക്കുന്നത് പോലെ സഭ അതിന്റെ പ്രേഷിത പ്രവൃത്തിയിൽ നിലനിൽക്കുന്നു. The church exists by mission as fire exists by burning. തീ അതിന്റെ ജ്വാലയിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് ദൈവസഭ അതിന്റെ പ്രേഷിത വൃത്തിയിൽ നിലനിൽക്കുന്നത്. ഇന്ന് അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ് ഒടുവിൽ നമ്മൾ ചിന്തിച്ചതാണെങ്കിലും ഒരു റിവിഷൻ പോലെ ഞാനത് ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് മിഷൻ? പുതിയ നിയമ ശുശ്രൂഷയിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പദമാണ് മിഷൻ, അല്ലേ? MISSION, മിഷൻ. മിഷൻ എന്ന വാക്കിന്റെ അർത്ഥം ദൗത്യമാണ്. മിഷൻ ഇല്ലാതെ ഒരു ചർച്ചും ഇല്ല. മിഷൻ ദൈവത്തിന്റെ പ്ലാനാണ്. ദൗത്യം എന്നുള്ള ക്രിസ്തീയ ദൗത്യം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ചേഞ്ച് വരുത്തുവാൻ പറ്റുകയില്ല. നമുക്ക് ഒരിക്കലും അത് മാറ്റിവെക്കാൻ പറ്റത്തില്ല. We can't postpone or change the mission of God. ദൈവത്തിന്റെ ദൗത്യം നമുക്ക് മാറ്റിവെക്കാനൊക്കത്തില്ല. മറ്റെന്തും നമുക്ക് മാറ്റിവെക്കാം, കർത്താവിന്റെ വേല മാറ്റിവെക്കാനൊക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ കൊണ്ടും കൂട്ടായ്മ കൊണ്ടും സുവിശേഷം അറിയിച്ച് ദൈവസഭ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നത്? ശുശ്രൂഷ കൊണ്ടും കൂട്ടായ്മ കൊണ്ടും സുവിശേഷം അറിയിച്ചും ദൈവസഭ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. മിഷൻ ഈസ് ദ വിറ്റ്നസ് ഓഫ് ദ ചർച്ച് given by proclamation, fellowship and service. സർവീസും ഫെലോഷിപ്പും പ്രൊക്ലമേഷനും, അതായത് ശുശ്രൂഷയും കൂട്ടായ്മയും പ്രഘോഷണവും ദൈവസഭയ്ക്ക് മാറ്റിവെക്കാൻ പറ്റുകയില്ല. ഇനി മിഷനെ കുറിച്ചൊരു 3 കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാൻ പോവാം.
ദൈവിക ദൗത്യം എന്ന് പറയുന്നത് ഒരു ആശയ കൈമാറ്റമാണ്. മിഷൻ ഈസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ദൈവത്തിന്റെ ആശയം മനുഷ്യർക്ക് കൊടുക്കുക. ദൈവം എന്താണ് പ്ലാൻ ചെയ്തത്, ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അത് മനുഷ്യനെ അറിയിക്കുക. അതിനാണ് ഈ കൺവെൻഷൻ വെക്കുന്നത്, വീട്ടുമുറ്റത്ത് കൺവെൻഷന്, പരസ്യയോഗമേ, അങ്ങനെ ഓപ്പൺ എയർ മീറ്റിംഗ്സ് ഒക്കെ വെക്കുന്നതിന്റെ മെയിൻ കാരണം ദൈവത്തിന്റെ ആശയം മറ്റുള്ളവരെ അറിയിക്കുക. We have to communicate the ideas of God to the people. ഇതാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. And the second one, mission is identification. ദൈവിക ദൗത്യം എന്ന് പറയുന്നത് താദാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അതായത് ദൈവിക ദൗത്യത്തിന്റെ മേജർ അജണ്ട എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. രാമൻ പറയാൻ ആഗ്രഹമുണ്ടോ? We will become like our Lord Jesus Christ in the future. നമ്മുടെ ഭാവിയിൽ നാം കർത്താവിനെ പോലെ ആയിത്തീരും. What a blessed experience is that. എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്. നേരം മിഷൻ എന്ന് പറയുന്നത് എന്താണ്? മിഷൻ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ആശയം ജനത്തിന് കൊടുക്കുന്നതാണ്. രണ്ട്, മിഷൻ എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുന്നതാണ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. മൂന്നാമത്, മിഷൻ ഈസ് എ ഡയലോഗ്. മിഷൻ എന്ന് പറയുന്നത് ഒരു ഡയലോഗാണ്. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം ജനത്തോട് പറയുന്നു. ഒരു കോൺവെർസേഷനാണ്, സംസാരമാണ്. മനസ്സിലായോ? നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കേട്ട് ജനത്തിന് കൊടുക്കുന്ന ഒരു വലിയ അനുഭവമാണ് എന്ത്? മിഷൻ എന്ന് പറയുന്നത്. മിഷൻ എന്ന പദം വളരെ ബ്യൂട്ടിഫുൾ വേർഡാണ്. നമുക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞാൻ ഇന്നൊന്നും ഓർക്കുന്ന, 7 വർഷങ്ങൾക്ക് ശേഷം ഒരു ജനറൽ കൺവെൻഷന്റെ പകൽ ശുശ്രൂഷയിൽ ഒരു ദേവദാസൻ ചോദിച്ചു, മിഷൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ട് പലർക്കും അത് അറിയത്തില്ല. എല്ലാവരും സുവിശേഷ വേല ചെയ്യുന്നവരാണ്, സഭ നടത്തുന്നവരാണ്. പക്ഷേ മിഷൻ എന്നാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ലാത്തവർ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഗിഗോൺ തിയോളജിക്കൽ സെമിനാരിൽ പഠിക്കുന്ന എല്ലാവരും മിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്തോത്രം. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവസഭയുടെ നിർവചനം, ദൈവസഭയുടെ അടിസ്ഥാന വ്യവസ്ഥകൾ, സഭയുടെ വചനപരമായ അടയാളങ്ങൾ, ഉദ്ദേശങ്ങൾ. ഇതൊക്കെ നമുക്ക് അല്പസമയം കൂടെ ചിന്തിക്കാം. ഞാൻ ചോദിക്കട്ടെ, ദൈവസഭയുടെ നിർവചനം ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഡെഫിനിഷൻ നിങ്ങൾക്ക് പറയാനുണ്ട്. സഭയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. മനസ്സിലായോ? സഭയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ നിർവചനമുണ്ട്. എന്നാൽ ബേസിക് ആയിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. സ്തോത്രം. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ സഭയുടെ ഉൽപ്രാവണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്രിസ്തീയ സഭ. ദൈവസഭ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് ദിനത്തിലാണ് അത് ആരംഭിച്ചത്.
നേരത്തെ കർത്താവിന്റെ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അക്ഷരികമായ കാര്യം പറഞ്ഞു. പെന്തക്കോസ് ദിനത്തിൽ ആരംഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ, കർത്താവ് മധ്യാകാശം വരുമ്പോൾ ദൈവസഭ എടുക്കുമ്പോൾ ഉൾപ്രാവണം പ്രാപിക്കും. മനസ്സിലായോ? അന്നേരം ആ കർത്താവിന്റെ വരവിൽ ദൈവസഭയുടെ ഉൾപ്രാവണത്തോടുകൂടെ അവസാനിക്കുന്ന ഒരു സ്ഥാപനമാണ് സഭ. പിന്നെ സഭയുടെ വേറെ വിഷയങ്ങളാണ്. മനസ്സിലായോ? പെന്തക്കോസ് ദിനം മുതൽ കർത്താവിന്റെ വരവ് വരെ ഈ ഭൂമിയിൽ കാണുന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ് എന്ത്? പുതിയ നിയമസഭ. ഗ്രീക്കിലെ എക്ലേഷ്യ എന്ന വാക്കിൽ നിന്നാണ് സഭ എന്ന പദം ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം. സഭ എന്നതിന് ഗ്രീക്ക് വാക്ക് ചോദിച്ചാൽ എക്ലേഷ്യ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എക്ലേഷ്യ അതിന്റെ സിമ്പിൾ മീനിങ് ആണ് വിളിച്ച് വേർതിരിച്ച് എന്നർത്ഥം. വിളിച്ച് വേർതിരിക്കുക. മനസ്സിലായോ? എക്ലേഷ്യ എന്ന വാക്കിന്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കുക. ഇത്രയേ ഉള്ളൂ. എന്നാൽ എൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിലെ സമ്പ്രദായങ്ങളിൽ നിന്നെല്ലാം, ലോകത്തിൽ പല സമ്പ്രദായങ്ങളുണ്ട്, ലോകത്തിലെ സമ്പ്രദായങ്ങളിൽ നിന്നെല്ലാം ക്രിസ്തുവിൽ വസിക്കേണ്ടതിന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. എന്താണ് ദൈവസഭ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ സമ്പ്രദായങ്ങളിൽ നിന്ന് ക്രിസ്തുവിൽ വസിക്കേണ്ടതിന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. നമ്മളൊക്കെ ലോകത്തിൽ ഒരുപാട് സമ്പ്രദായങ്ങളിൽപ്പെട്ടവരായിരുന്നു. നമ്മൾ അതിനെ ഡിസ്കണക്ട് ചെയ്തു, അല്ലേ? We are separated from the worldly pleasures. We are separated from the worldly rituals. We are separated from the worldly tools. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്നും ഇച്ഛകളിൽ നിന്നെല്ലാം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. വി ആർ കാൾഡ് ഔട്ട് ബോഡി. വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് നമ്മൾ. ആര് നമ്മെ വിളിച്ചു? ദൈവം നമ്മെ വിളിച്ചു. നമ്മെ വിളിച്ചത് ഏതെങ്കിലും ക്രിസ്ത്യൻ ലീഡർ അല്ല. വി ആർ കാൾഡ് ബൈ ഗാഡ്. ദൈവമാണ് നമ്മളെ വിളിച്ചത്. ദൈവം വിളിച്ചിട്ട് ദൈവം നമ്മെ ലോക സമ്പ്രദായങ്ങളിൽ നിന്ന് വേർതിരിച്ച് ദൈവം നമ്മെ തന്റെ സഭയിലാക്കി വെച്ചു. അതുകൊണ്ടാണ് പ്രവർത്തന പുസ്തകം 2 നമ്മൾ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടണമെന്നാണ് പത്രോസ് പ്രസംഗിച്ചത്. You should separate from this untoward generation. ഈ തലതിരിഞ്ഞ സമ്പ്രദായങ്ങളിൽ നിന്ന് നമ്മൾ വേർപെടണം. പക്ഷെ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി പല സഭകളും ലോകം കൈയടക്കിയിരിക്കുക. ലോകത്തിന്റെ ഇച്ഛകളും മാനുഷിക സമ്പ്രദായങ്ങളും മനുഷ്യന്റെ ഇൻട്രസ്റ്റും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല സഭകളും. വളരെ ദുഃഖമുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീസസ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 verse 2 എന്ന് വായിക്കാമോ?
1 കൊരിന്ത്യർ 1:2. യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് മതി. നമുക്ക് കൊരിന്ത്യരുള്ള ദൈവസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നൊരു പദമുണ്ട്. എന്താണ്? അവിടെ വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞല്ലോ, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. കണ്ടോ ആ പദം? നിങ്ങൾ പലരും എല്ലാം ഇതിങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളുടെ മുഖമൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ചിലർ പെർമിഷൻ എടുത്തിട്ടുണ്ട്, സാറേ എനിക്ക് ഇന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ഈ ചുരുക്കം ടൈം ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ മാറ്റി വെക്കണം. നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി മാത്രം വെക്കണം. വേറെ ഒരു കാര്യം, അന്നേരം ചപ്പാത്തി ഉണ്ടാക്കാനും അവിയലിനരിയാനും ചായ ഇടാനൊന്നും നിങ്ങൾ പോകല്ല. അതിനുവേണ്ടി മാത്രം പ്ലാൻ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, ഗുഡ്. അന്നേരം ദൈവസഭ എന്ന് പറയുന്നത് സാങ്ക്ടിഫൈഡ് ബോഡിയാണ്, ഹോളി പീപ്പിളാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. മനസ്സിലായോ? വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഞാനിത് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ വിട്ടുപോയി. ക്യാമറ ഓൺ ചെയ്യാന്ന് പറഞ്ഞോണ്ട് അല്ലേ? നോക്കിക്കേ, വിശ്വാസികളുടെ കൂടിവരവിനെ സഭ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ചർച്ച് എന്ന് പറയുന്നത് ദൈവമക്കളുടെ കൂട്ടായ്മ, കൂടിവരവാണ്. ഫിലോമോന്റെ ലേഖനം ഒന്നെടുത്ത്, ഫിലോമോന്റെ ലേഖനം 2-ാം വാക്യം വായിച്ചേ. ഫിലോമോന്റെ ലേഖനം 2-ാം വാക്യം. എല്ലാവരുടെയും ബൈബിളിലുണ്ട് ഫിലോമോന്റെ ലേഖനം. ആർക്കും വായിക്കാം. ഫിലോമോൻ എന്ന നിനക്കും സഹോദരനായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹോദരനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. വീട്ടിലെ സഭയ്ക്ക്. മനസ്സിലായോ? അന്നേരം വിശ്വാസികളുടെ കൂടിവരവിനെ സഭ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അസംബ്ലി, ഒരു കൂട്ടം. അതുപോലെ കൊലോസ് ലേഖനം 4:15 അന്നൊക്കെ ഹോം ചർച്ചസ് ആയിരുന്നു, ഭവന വീടുകളിലുള്ള കൂട്ടായ്മകളായിരുന്നു. ഇന്നും ഒരുപാട് ഇടങ്ങളിൽ വീടുകളിൽ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. വലിയ ആലയങ്ങളൊന്നും ഇല്ലാത്ത പാവങ്ങളായ ദൈവമക്കൾ ആരാധനയ്ക്ക് വേണ്ടി വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വീടുകൾ തുറന്നു കൊടുത്ത അനേക ദൈവമക്കളുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൊലോസ് ലേഖനം 4:15 നോക്കിക്കേ, അവിടെ ഇത് തന്നെയല്ലേ എഴുതിയേക്കുന്നേ? ലൗദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവീൻ. വീട്ടിലെ സഭ. മനസ്സിലായോ? വീട്ടിൽ ആരാധിച്ചാലും സഭായോഗം നടക്കും. ആലയം ഉണ്ടെങ്കിൽ അവിടെ ആരാധിച്ചാലും നടക്കും. മരത്തിന്റെ ചുവട്ടിൽ ഇതൊന്നും ഇല്ലാതെ മരത്തിന്റെ ചുവട്ടിൽ ആരാധിച്ചാലും ആരാധന നടക്കും. അന്നേരം സഭ എന്നുള്ളത് കൂടിവരവെന്ന് ചിന്തിക്കുക, കൂട്ടമെന്ന് ചിന്തിക്കുക. ഈ പറയുന്നതൊക്കെ ദൃശ്യമായ സഭയെ കുറിച്ചാണ്. ദൈവസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവസഭ ഇൻവിസിബിൾ ആണ്, അദൃശ്യമാണ്. ദൈവസഭയ്ക്കകത്തുള്ള എല്ലാ ദൈവമക്കളെയും ഒരുമിച്ച് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുകയില്ല. നമ്മളൊക്കെ ഉൾപ്പെടുന്ന കൂടിവരുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ സഭയിലുള്ളവരെ മാത്രമേ നമുക്ക് അധികം അറിയത്തുള്ളൂ. മനസ്സിലായോ? ദൃശ്യമായതൊക്കെ ലോക്കൽ യൂണിറ്റുകളാണ്, അദൃശ്യമായത് സാർവത്രിക സഭയാണ്, യൂണിവേഴ്സൽ ചർച്ചാണ്. ദൈവത്തിന്റെ അദൃശ്യമായ സഭയെ നാം നേരിൽ കാണുന്നത് കർത്താവ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മള്
ദുബൈയിലുള്ള സഭയെ കണ്ടേക്കാം, സിംഗപ്പൂരിലെ ചർച്ചിനെ കണ്ടേക്കാം, രാജസ്ഥാനിലുള്ള സഭ കണ്ടേക്കാം. ഇതൊക്കെ ഒറ്റപ്പെട്ട സഭയാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കണം, കോടിക്കണക്കിന് വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്നു. അതൊക്കെ സഭയുടെ ഭാഗങ്ങൾ. നമ്മളത് ചിന്തിക്കും കുറച്ച് കഴിയുമ്പോൾ. അന്നേരം സഭയെന്ന് പറയുന്നത് അത് അദൃശ്യമാണ്. അദൃശ്യമായ സഭയെ ഈ ഭൂമിയിൽ വെച്ച് ആർക്കും കാണാൻ കഴിയുകയില്ല. അത് കർത്താവിന്റെ വരവെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ തന്നെ ദൃശ്യമായ വിസിബിൾ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. വീട്ടിലെ സഭ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചെന്ന് തോന്നുന്നു. എഫസോസിലെ സഭ, സ്മിർനയിലെ സഭ, ബർമോസ്, ഇങ്ങനെ സഭകളില്ലേ. അതൊക്കെ ഓരോരോ യൂണിറ്റുകളാണ്, ലോക്കൽ സഭകളാണ്. മനസ്സിലായോ? ഇത് പറയത്തില്ലേ, IPC 6500 ചർച്ച ഉണ്ട്. പിന്നെ ഷാരോൺ ചർച്ചിക്ക് ഇത്രായിരം, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഇത്രായിരം ചർച്ച ഉണ്ട്, ചർച്ചക്കൂട്ട് ഇത്രായിരം ചർച്ച ഉണ്ട്. അതെല്ലാം ഓരോ ലോക്കൽ യൂണിറ്റുകളാണ്. ഇതെല്ലാം കൂടുന്നതാണ് ഇൻവിസിബിൾ ചർച്ച് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ, 1 Corinthians chapter 15 verse 9, 1 Corinthians 15:9 കൂടെ ഒന്ന് വായിക്കാം. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ആ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ ഇവിടെ നോക്കണം. അപ്പോസ്തലൻ എന്ന ദൈവസഭയെ ഇവിടെ ദൈവസഭ എന്ന് പറയുന്ന ഒരു ലോക്കൽ സഭയല്ല. പൗലോസ് ഓടി നടന്ന് ഒരുപാട് സഭകളെ ഉപദ്രവിച്ച മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സഭയെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത്, സ്തോത്രം, യേശുവിന്റെ ശരീരമാവുന്ന സഭയ്ക്കെതിരെ നിന്നൊരു മനുഷ്യനാണ് ശൗല്. ഇത് ലോക്കൽ സഭയെ ഉദ്ദേശിച്ചല്ല പൗലോസ് പറയുന്നത്. ചർച്ചിനെ മൊത്തത്തിൽ മെൻഷൻ ചെയ്ത് പറയുകയാണ്, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ. മനസ്സിലായോ? ഈ സഭയോടുള്ള ബന്ധത്തിൽ ചില വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന്, സഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ചർച്ച് ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ്. സഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്നാ? വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്? പുതിയ നിയമത്തിൽ എവിടാണ് ഏറ്റവും കൂടുതൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിനകത്ത്. ആരാ പറഞ്ഞേ? നമ്മുടെ നമ്മുടെ സുമസിസ്റ്റൊക്കെ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവാസിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ചില സമയം നോക്കുമ്പോൾ 2:45, 3:45 ഒക്കെ കാണും. സ്തോത്രം. ഞാന് പിന്നെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എന്റെ ജോലി കഴിഞ്ഞ് കിടക്കാൻ വരുമ്പോഴാണ് 2:45 ആകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവസഭ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളിപ്പോ ചിന്തിച്ചത്. ദൈവരാജ്യവും ദൈവസഭയും തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും കൂടുതൽ ഉപമകൾ എവിടെ കാണുന്നതെന്നാ പറഞ്ഞേ? മത്തായി 13. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അന്നേരം ദൈവരാജ്യത്തിൽ നല്ലതും തീയതും ഉണ്ട്. ആ ഉപമയ്ക്കകത്ത് നമ്മൾ പഠിച്ചാൽ, അതായത് നമ്മൾ ചിന്തിക്കണം, ഈ ലോക്കൽ സഭയെന്ന് എടുത്തു നോക്കിക്കേ, അവിടെ ആത്മീയര് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ കൂടുന്ന സഭകളിൽ ആത്മീയര് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രം ഉറപ്പുള്ളവരുന്ന് കൈ ഉയർത്തിക്കേ. നമ്മൾ കൂടുന്ന സഭയിൽ എല്ലാവരും വിശുദ്ധരും ആത്മീയരും അങ്ങനെ കർത്താവിനെ പോലെ മാത്രം ജീവിക്കുന്നവരുള്ള മാത്രമുള്ള
അങ്ങനെ ഉള്ള സഭയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? പണ്ട് ഇവിടെ യു.എയിൽ ഒരു എമിറേറ്റിൽ എനിക്കറിയാവുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളി ചെല്ലുന്നിടത്തൊന്നും വിശുദ്ധിയില്ലെന്നാ പറയുന്നത്. അങ്ങനെ പുള്ളി പോകാവുന്ന എല്ലാ സഭകളിലും പോയിട്ട് ഒരിടത്തും വിശുദ്ധിയില്ല. അവസാനം പുള്ളി വീട്ടിൽ തന്നെ ഇരിപ്പായി. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അങ്ങനെ തികഞ്ഞവർ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഉപദേശിമാരുടെ ജോലിയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. കറക്ഷൻസിന് വേണ്ടിയാണ് അവരെയൊക്കെ ആക്കി വരുന്നത്. ഒരു സഭയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഒരു പാസ്റ്റർ പ്രസിഡന്റിനോട് ചെന്ന് പറഞ്ഞു, എനിക്കിനി ആ സഭ ഇരിക്കാൻ വയ്യ, അവിടെ ഒന്നും ആള് ശരിയല്ലെന്ന് പറഞ്ഞു. അന്നേരം പ്രസിഡന്റ് ആ ദൈവദാസനോട് പറഞ്ഞു, ശരിയല്ലാത്തവരെ നന്നാക്കാനാ ബ്രദറിനെ അങ്ങോട്ട് വിട്ട്. മനസ്സിലായോ? എല്ലാവരും ശരിയാണെങ്കിൽ പിന്നെ ഉപദേശിമാരുടെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? എല്ലാവരും കറക്റ്റഡ്, എല്ലാവരും നല്ല ഹോളി ഈ നിലയിൽ നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ ഉപദേശിമാരുടെ ആവശ്യമുണ്ടോ? ഇല്ല. അന്നേരം ദൈവസഭയ്ക്ക് അകത്ത് ജഡിയന്മാരുണ്ട്, പ്രാകൃതന്മാരുണ്ട്, ആത്മീയരുണ്ട്. ഈ ലോകത്തിൽ ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യത്തിൽ ഭാഗികമായിട്ട് മാത്രമേ ഇപ്പോൾ ദൈവസഭ ഉള്ളൂ. കാരണം നമ്മൾ കാണുന്ന സഭയിലെല്ലാം എന്തുണ്ട്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശരീരമായ സഭയിൽ ആത്മീയര് മാത്രമേ ഉള്ളൂ. അവർ വിശുദ്ധന്മാർ മാത്രമാണ്. അവര് എപ്പോഴാണ് ഒരുമിച്ച് കൂടുന്നതെന്നറിയാമോ? നമ്മുടെ കർത്താവ് വരുമ്പോഴും ആത്മീയര് മാത്രമേ കർത്താവിന്റെ വരവിൽ പോകത്തുള്ളൂ. മനസ്സിലായോ? ഈ പ്രാകൃതന്മാരും ജഡികന്മാരും വഴക്കുണ്ടാക്കുന്നവരും. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ദുഃഖം തോന്നി. ഒരു സഭയിൽ തിരുവത്താഴ് വിരിക്കുന്നു, നല്ല പാട്ടോടെ പാടുന്നു. അതിലൊരുത്തൻ ആരാന്നൊന്നും എനിക്കറിയത്തില്ല, ഏത് സഭയാണെന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ എല്ലാം യൂട്യൂബിൽ പോരുകയല്ലേ, എന്തും യൂട്യൂബില്ല. സഭയ്ക്കകത്ത് അടിയുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഒരാൾ പിടിച്ചിറക്കുന്നു, തുള്ളുന്നു, വഴക്കുണ്ടാക്കുന്നു. ഞാൻ ഭയപ്പെട്ടു പോയി. തിരുവത്താഴ് വിരിക്കുന്നു, അനുഗ്രഹിക്കുക ആരാരം നടക്കുന്നു, അതിനകത്ത് വഴക്കുണ്ടാക്കുന്നു. ഇവരുടെയൊക്കെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര ന്യായവിധിയായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത്. ദൈവസഭയെ തുച്ഛീകരിക്കുക, തിരുവത്താഴത്തെ നിന്ദിക്കുക, ആത്മീയാരാധനയെ നിന്ദിക്കുക. മനസ്സിലായോ? യൂട്യൂബിൽ അതെല്ലാവരും ആഘോഷിക്കുകയാണ്. ഒരു കാര്യം പറയാം, ദൈവസഭയ്ക്കകത്ത് ആര് വിരൽ ചൂണ്ടുന്നു അതിന് അടി കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഏത് നിലയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അത്ര ജഡികന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം, സ്തോത്രം, ദൈവരാജ്യത്തിൽ നല്ലതും തീയതുമുണ്ട്. കാരണം സഭ ഭാഗികമായി ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നു. പ്രാകൃതരും ജഡികരും ആത്മീയരും ഒക്കെ ലോക്കൽ സഭകളിൽ കണ്ടേക്കാം. എന്നാൽ ദൈവത്തിന്റെ ശരീരമായ സഭയിൽ ആത്മീയര് മാത്രമേ കാണുകയുള്ളൂ. നമുക്കറിയാം, യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. കാവിലെ രക്ഷിക്കാൻ വന്ന സത്യമാണ്. എന്നാൽ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. ആ സമയത്ത് നമുക്ക് വീണ് കിട്ടിയ ഒരു രക്ഷയാണ് ജാതികളുടെ രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിന്റെ വരവോടുകൂടെ സാക്ഷാൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. കർത്താവിന്റെ വരവിന് രണ്ടാമുഖമുണ്ട്. രഹസ്യവരവിൽ സ്ഥാപിക്കുകയല്ല, പരസ്യവരവിൽ. അതൊക്കെ പിന്നെ പഠിക്കാം. മനസ്സിലായോ? ഇനി രണ്ടാമത് ദൃശ്യ അദൃശ്യ സഭകൾ തമ്മിലുള്ള വ്യത്യാസം. ദൃശ്യ അദൃശ്യ സഭകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ
പ്രാദേശിക സഭയുടെ അംഗങ്ങളെല്ലാം ചേർന്നതാണ് ദൃശ്യസഭ. എന്താണ് ദൃശ്യസഭ? പ്രാദേശിക സഭകളുടെ അംഗങ്ങളെല്ലാം ചേർന്നതാണ്. തോമാച്ചാനും വർക്കിച്ചാനും അവറാച്ചാനും മറിയാമ്മയും സൂസനും ലീലാമ്മയും എല്ലാം ചേർന്നതാണ് എന്ത്? പ്രാദേശിക സഭ. എന്നുള്ള പറഞ്ഞാൽ ഭൂമിയിലെ സകല സമുദായങ്ങളും വിഭാഗങ്ങളും നല്ലതും തീയതും ഇഷ്ടമില്ലാത്തതും എല്ലാം ഉൾപ്പെട്ടതാണ് ദൃശ്യസഭ. അല്ല പറയത്തില്ലേ, അയ്യോ അവൻ അവിടാണോ കൂടുന്നത്, ഇവിടെ ആണോ കൂടുന്നത് എന്നൊക്കെ പറയത്തില്ലേ? ഈ ദൃശ്യസഭയിൽ അങ്ങനൊക്കെ ഉണ്ട്. എവിടെങ്കിലും കൂടിയേ മതിയാകുകയുള്ളൂ. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള എല്ലാവരും ഉൾപ്പെട്ടതാണ് സാർവത്രിക സഭ. മനസ്സിലായോ? ദൈവത്തിന്റെ സഭയിൽ, ഇൻവിസിബിൾ ചർച്ചിൽ, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ. രാമൻ പറയാമോ? യെസ്. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും പേര് ജീവപുസ്തകത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ? എത്ര പേരുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്? ആമേൻ. ഇനി ഒന്നുകൂടെ പറയാം, പ്രാദേശിക സഭയും സാർവത്രിക സഭയും തമ്മിലുള്ള വ്യത്യാസം. ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്ന വിശ്വാസികളുടെ കൂടിവരവിനെയാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്ന വിശ്വാസികളുടെ കൂടിവരവിനെയാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, സ്മിർന സഭയുടെ ദൂതൻ എഴുതുക, പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതുക, തുയതെരാ സഭയുടെ ദൂതൻ എഴുതുക, സർദീസ് സഭയുടെ ദൂതൻ എഴുതുക, ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിമിസിസ്റ്റൊക്കെ കൊടുത്ത സിംഗപ്പൂർ ചർച്ച ഞാൻ വെളിപ്പാടത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ സഭകൾ ലോക്കൽ ചർച്ചുകളാണ്. മനസ്സിലായോ? എന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്ന വിശ്വാസികളുടെ കൂടിവരവിനെയാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. എന്നാൽ ലോകമെമ്പാടുമുള്ള ദൈവ മക്കളെ ചേർത്താണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ ഒരുമിച്ച് ചേർത്താണ് ഇൻവിസിബിൾ ചർച്ച് അല്ലെ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത്. സഭയെ കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. എത്ര പഠിച്ചാലും തീരത്തില്ല. യഥാർത്ഥ സഭയും ആത്യന്തിക സഭയും തമ്മിലുള്ള വ്യത്യാസം, ആത്യന്തിക സഭ തമ്മിലുള്ള വ്യത്യാസം. അപൂർണരും ക്രിസ്തുയേശു മുഖാന്തരം പൂർണതയിലേക്ക് ബന്ധപ്പെടുന്നവരുമായ വിശ്വാസികളുടെ കൂട്ടത്തെയാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. എന്നോട് പറയാം, അപൂർണരും ക്രിസ്തുയേശു മുഖാന്തരം പൂർണതയിലേക്ക് ബന്ധപ്പെടുന്നവരുമായ വിശ്വാസികളുടെ കൂട്ടത്തെയാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ഒന്നുകൂടെ പറയാ സാറേ. പറയാം. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് പൂർണ്ണത സിദ്ധിച്ചവരുടെ കൂട്ടത്തെ ആത്യന്തിക സഭ എന്ന് പറയുന്നു. ഒന്നുകൂടെ പറയാം, എന്താണ് യഥാർത്ഥ സഭ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളൊക്കെ ഒരു കൂട്ടായ്മയിൽ വന്നപ്പം നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സ്നാനപ്പെടണം. പിന്നെ നമുക്ക് മനസ്സിലായി പരിശുദ്ധാത്മാഭിഷേകം അത്യാവശ്യമാണ്.
ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളിൽ കുറവുള്ളവരാണ്. പക്ഷെ ആ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന നല്ല ആത്മീയ കൂട്ടായ്മയിൽ നമുക്ക് നമ്മുടെ നേതൃത്വം നമ്മളെ പരിശീലിപ്പിച്ച് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. നമ്മള് ഒരു പെർഫെക്ഷനിലേക്ക് പോകണമെന്ന് നമുക്ക് മനസ്സ് വന്നു. ഞാൻ മുമ്പേ ഓർമ്മിച്ചപ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, ആ ഒരു ദൗത്യം ദൈവദാസന്മാർ ഏറ്റെടുത്തപ്പോൾ അപൂർണരായ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പെർഫെക്ഷൻ നടക്കുവാനിടയായിത്തീർന്നു. മനസ്സിലായോ? അങ്ങനെ ദൈവത്തിന്റെ സഭ ആ ഒരു നിലയിൽ ഒരു കംപ്ലീഷനിലേക്ക് ബന്ധപ്പെടുകയാണ്. അതാണ് ദൈവസഭ. എന്നാൽ ആത്യന്തിക സഭ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച്, നമ്മളിവിടെ ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് വിശുദ്ധന്മാർ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച് ദൈവസഭയിൽ ചേർക്കപ്പെട്ടിരിക്കുക. അവർ ജയാളികളായിട്ട് ഇവിടുന്ന് പോയി. മനസ്സിലായോ? അവരെ ആത്യന്തിക സഭ എന്ന് പറയും. അവർക്കിനും വേറെ ഒരു കാര്യം അവിടെ ചെയ്യാനില്ല. സ്വർഗത്തിൽ പോയ വിശുദ്ധന്മാർക്ക് ഇനി ഒരു പെർഫെക്ഷന്റെ ആവശ്യമില്ല. വേറെ ഒരു കാര്യം അവിടെ നടക്കുകയില്ല. അവർക്ക് ലഭിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ അവർ ജയാളികളായിട്ട് പർദീസയിൽ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്തത് പ്രവർത്തനോത്മകമായ സഭയും ജയാളിയായ സഭയും തമ്മിലുള്ള വ്യത്യാസം. പ്രവർത്തനോത്മകമായ സഭ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭൂമിയിലുള്ള സഭയാണ്. നമ്മളിവിടെ മിഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വി ആർ അണ്ടർ ദ മിഷൻ വർക്ക്. ദൗത്യ ശുശ്രൂഷയുടെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ദൈവസഭയുടെ ഒരു ഭാഗം ഇപ്പോൾ സ്വർഗത്തിലാണ്. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരുമാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഇപ്പോൾ സ്വർഗത്തിലാണ്. അത് ജയാളിയായ സഭയാണ്. മനസ്സിലായോ? ഇനി വളരെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ദൈവസഭയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ പോകും. അതിനാധാരമായി Gospel of Matthew chapter 16 verses 16 to 18. താഴെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിക്കണം. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു. മതി. ഈ വേദഭാഗം ക്രൈസ്തവരുടെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള വേദഭാഗങ്ങളാണിത്. കാരണം അതിന്റെ യഥാർത്ഥ ഇന്റർപ്രട്ടേഷൻ അറിയാതെ വ്യാഖ്യാനത്തിൽ വന്ന പ്രശ്നമാണ് ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കാനിടയായിട്ട്. ഈ വായിച്ച വാക്യം വളരെ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ വഴിതെറ്റിപ്പോകും. ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഓർത്തഡോക്സുകാരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അച്ചായൻ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങൾ എന്നാണ് പത്രോസ് പാറയാണെന്ന് വിശ്വസിക്കാത്ത? ബൈബിളിൽ അങ്ങനെ വാക്യം ഉണ്ടായിട്ട് എന്നാന്ന് പറ്റി.
എന്നിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. പത്രോസ് പാറയാന്നുള്ള വാക്യമൊന്നും എനിക്കറിയത്തില്ല. വളരെ വളരെ ചെറുപ്പമല്ലേ, ഞാനെന്നാ 5-ലാണോ 6-ലാണോ പഠിക്കുന്ന സമയം. എന്നിട്ട് ഇദ്ദേഹം എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി ബൈബിൾ എടുത്ത് വായിച്ചു. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു ഒറ്റ ഭാഗത്തില്ല, നീ പത്രോസാകും നീ പാറമേൽ എന്ന് പറയുമ്പോൾ നീ പത്രോസാകുന്നു പാറമേൽ. അന്നേരം പത്രോസ് പാറയാന്നുള്ളത് ഒരു തെറ്റായ ചിന്താഗതി പെട്ടെന്ന് പോയി. ഞാൻ ആ അപ്പച്ചന്റെ അച്ചായന്റെ മുമ്പിൽ തോറ്റുപോയി. വളരെ വിഷമം തോന്നി, മനസ്സിലായി. എന്നിട്ട് വീട്ടിൽ വന്ന് ഞാൻ ഒരുപാട് തർക്കിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പപ്പയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇത് എന്തോ സംഭവമാണ്. ഇവിടെ നിന്ന് നോക്കിക്കേ, പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനെ ഒരു വാക്യമേ ഇല്ല. ഉണ്ടോ? ഇങ്ങനെയാണോ എഴുതി വെച്ചേക്കുന്നത്? പക്ഷെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പത്രോസേ നീ പാറയാകുന്നു. കത്തോലിക്കരും യാക്കോബക്കാരും ഒക്കെ ഇത് പറയും, പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനൊരു വാക്യം ബൈബിളിൽ ഇല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ഈ പത്രോസാണ്. നീ പത്രോസ്, യു ആർ പീറ്റർ, നീ പത്രോസ് ആകുന്നു. പത്രോസേ നീ പാറയാകുന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞേ? നീ പാറയാകുന്നു. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ പോകാം. നീ പത്രോസ് ആകുന്നു. എന്നിട്ട് ഈ പാറമേൽ, എന്നാൽ അത് അടുത്ത സംഭവമാണത്. നിന്റെ മുമ്പിൽ പത്രോസേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവാകുന്ന ഈ പാറമേൽ, അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം വരേണ്ടത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഒന്നുകൂടെ പറഞ്ഞാൽ ദ റോക്ക്. ഒരുപാട് പേര് പറയുന്നുണ്ട് പത്രോസ് പാറയാണെന്ന്. അതിനെക്കുറിച്ച് ഇച്ചിരി വിശദീകരിച്ചൊന്ന് പഠിക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് ഏതാണ്ട് തീരും. പിന്നെ നമുക്ക് സമാധാനത്തിന് പോവുകയും ചെയ്യാം. ഇവിടെ യേശു തമ്പുരാൻ ഇത് പറയാനുള്ള കാരണം എന്താ? നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറയാനുള്ള കാരണം എന്താ? ഫിലിപ്പിന്റെ കൈസരിയുടെ ആയിരുന്നു. അവിടുത്തെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവിടുത്തെ വിഷയം എന്താ? യേശു ആരാണ് എന്നുള്ളത് ജനം എന്തു പറയുന്നു? അന്നേരം കുറച്ചുപേര് ശിഷ്യന്മാർ പറഞ്ഞു, ജനം നിന്നെ ഏലിയാവെന്ന് പറഞ്ഞു, യെരമ്യാവെന്ന് പറഞ്ഞു, യോഹന്നിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു, പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം കർത്താവ് അതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച്, മനുഷ്യപുത്രനെ കുറിച്ച് എന്തു പറയുന്നു? നിങ്ങൾക്ക് എന്താണ് യേശുവിനെ കുറിച്ച് കിട്ടിയ വെളിപ്പാട്? അവിടുത്തെ വിഷയം പത്രോസ് അല്ല, ആണോ? അവിടുത്തെ വിഷയം പത്രോസും യോഹന്നാനും ഒന്നുമല്ല. അവിടുത്തെ വിഷയം യേശു ആരാണെന്നുള്ള ആ വിഷയം. നിങ്ങൾ എന്നെ കുറിച്ച് ആര് എന്ന് പറയുന്നു? പലരും അവിടെ മൗനമായിരുന്നു. അതുപോലെ ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മനസ്സിലായോ? യേശു അത് നോ എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, ബർയോനാശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ പിതാവ് അത്ര വെളിപ്പെടുത്തി തന്നേരം പത്രോസിന് ദൈവം കൊടുത്ത വെളിപ്പാട്, അതാണ് ക്രിസ്തു, അതാണ് ദൈവപുത്രൻ. മനസ്സിലായോ? അത് പറഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. യു ആർ പീറ്റർ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച് അപ്പോൺ ദിസ് റോക്ക്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അവിടെ ഭയങ്കര സംഭവം കിടപ്പുണ്ട്, ഞാനത് മനസ്സിലാക്കി തരാം. യേശു ക്രിസ്തു എന്ന് പറയുന്നത് പാറയാണ്. ദ റോക്ക് എന്ന് പറയാൻ പറ്റുന്നത് യേശു ക്രിസ്തുവാണ്.
അവൻ യുഗങ്ങളുടെ പാറയാണ്. ഞാൻ കുറെ വാക്യങ്ങളൊക്കെ തരാം കുറച്ച് കഴിയുമ്പോൾ. എന്നാൽ പത്രോസ് എന്ന് പറയുന്നത് പാറയല്ല, എ പീസ് ഓഫ് സ്റ്റോൺ. ഒരു പാറ, ഒരു കല്ലിന്റെ കഷ്ണമാണ്, ഒരു പാറ കഷ്ണമാണ്. യേശുവിന് കൊടുത്തിരിക്കുന്ന പാറ എന്നുള്ളതിന് ഉള്ള പദം പെട്ര എന്നാണ്. പെട്ര എന്ന് പറഞ്ഞാൽ വലിയ പാറ. എന്നാൽ പീറ്ററിന് കൊടുത്തിരിക്കുന്ന പെട്രോസ്, പാറ കഷ്ണമെന്ന്. കർത്താവ് തന്റെ സഭയെ പാറ കഷ്ണത്തിലാണോ പണിയുന്നത്, പാറയിലാണോ പണിയുന്നത്? നമുക്കറിയാമല്ലോ, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലെ ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിതും ബുദ്ധിയില്ലാത്ത മനുഷ്യൻ വീട് പണിതും അറിയാമല്ലോ. ബുദ്ധിയുള്ള മനുഷ്യൻ എവിടാ പണിതത്? പാറമേലാ പണിതത്. പാറ. പത്രോസ് പാറയല്ല, ദൈവം മാത്രമാണ് യഥാർത്ഥ പാറ. ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 32:4. ആവർത്തനം 32:4 വായിച്ചേ. അവൻ അവൻ പാറ പാറ, അവന്റെ പ്രവർത്തനം മതി. അവൻ പാറ. കണ്ടോ? അവൻ പാറ. ഇനി ദാവീദ് പറയുന്നത് നോക്കിക്കേ. സങ്കീർത്തനങ്ങൾ, സാംസ് നമ്പർ 18:2. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ ഞാൻ പരിചയം എന്റെ ശരണമാക്കുന്ന എന്റെ പാറ. പാറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മലയുടെ കാര്യമല്ലേ പറയുന്നത്. അത് ഉറപ്പിനെ കാണിക്കുന്നതാണ്, ദൃഢതയെ കാണിക്കുന്നതാണ്, ഇമ്മൂവബിൾ. അത് മനസ്സിലായോ? അത് ഉറപ്പുള്ളതാണ്, ആർക്കും അതിനെ മാറ്റാൻ കഴിയത്തില്ല. ഓക്കെ, മത്തായി 7:25 വായിച്ചേ. മത്തായി 7:25. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച ആ വീട്ടിൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. അത് പത്രോസിന്മേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ലെന്നാണോ? അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. യെശയ്യാ പ്രവചനം 28:16. യെശയ്യാ പ്രവചനം 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു കാര്യമായി പറയുന്നേ. സിയോനിലെ കല്ല്, ശോധന ചെയ്ത കല്ല്, വിലയേറിയ കല്ല്. ഇത് ആരുടെ കാര്യമായി പറയുന്നേ? യേശു ക്രിസ്തുവിന്റെ കാര്യമായി പറയുന്നത്. പ്രഷ്യസ് കോർണർ സ്റ്റോൺ നമ്മുടെ കർത്താവാ. 40-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം നോക്കിക്കേ. നമ്മളിപ്പോഴും അറിയാവുന്ന വാക്യമാണ്. 40-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഇനിയും 95-ാം സങ്കീർത്തനം 1-ാം വാക്യം നോക്കിക്കേ. 95-ാം സങ്കീർത്തനം 1-ാം വാക്യം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം.
ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. The rock of our salvation. നമ്മുടെ രക്ഷയുടെ പാറ പത്രോസോ യോഹന്നാനോ യാക്കോബോ അല്ല, നമ്മുടെ രക്ഷയുടെ പാറ യേശു ക്രിസ്തുവാണ്. ഇനി പൗലോസ് അപ്പോസ്തലൻ ഈ പാറയെ കുറിച്ച് എന്നാ പറഞ്ഞെന്നൂടെ നോക്കാം. 1 Corinthians chapter 10 verse 4. 1 കൊരിന്തി 10:4. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. മനസ്സിലായോ? ആ പാറ ആവർത്തന പുസ്തകം മുതൽ ഇങ്ങോട്ട് വന്ന് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ആ പാറ ആരാ? ക്രിസ്തുവാ. വേണമെങ്കിൽ പൗലോസ് പറയാമല്ലോ, എന്റെ സ്നേഹിതനായ പത്രോസ് ആണെന്ന് പറയാമല്ലോ. പത്രോസ് നീ പാറയാണെങ്കിൽ പൗലോസ് പറയണ്ടേ ആ പാറ പത്രോസാന്ന്? പറഞ്ഞില്ല. ആ പാറ ആരാന്നാ പറഞ്ഞേ? ക്രിസ്തുവാന്നാ പറഞ്ഞത്. മനസ്സിലായോ? നേരം പത്രോസ് പാറയല്ല, ദൈവം മാത്രമാണ് യഥാർത്ഥ പാറ. ഹല്ലേലൂയ. അവൻ ദാവീദാണെങ്കിലും മോശയാണെങ്കിലും സ്തോത്രം പ്രവാചകന്മാരാണെങ്കിലും എല്ലാം ദൈവമാണ് യഥാർത്ഥ പാറ എന്ന് തെളിയിച്ചു വന്നിട്ട് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ കുടിച്ചത്. എന്റെ ആത്മീയവിഷയത്തിലേക്ക് വന്നിട്ട് പറയാണ്, ആ പാറ ക്രിസ്തുവാണ്. ഇനി ഒരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് കൂടാം. ആരും പോകല്ലേ, ബാക്കിയുള്ള കാര്യം പഠിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പത്രോസിനെ കുറിച്ച് കുറച്ച് കാര്യം പഠിക്കാൻ പോവാം. ഓക്കെ? ഓക്കെ, നമ്മൾ പഠിക്കുന്നത് പത്രോസിന്മേലല്ല സഭ പണിയപ്പെടുത്തത്, ക്രിസ്തുവിന്മേലാണ് സഭ പണിയപ്പെട്ടത്. പത്രോസ് പാറയല്ല, ദൈവം മാത്രമാണ് യഥാർത്ഥ പാറ. അതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടി വായിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെ ശാന്തമായിട്ട് ഒരാൾ വായിച്ചാൽ. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പത്രോസ് എന്ന ആ പേരിനെ പെട്രോസ് എന്നർത്ഥം, ചെറിയ പാറക്കഷ്ണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരണം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 42. യോഹന്നാൻ 1:42 വായിച്ചേ. യോഹന്നാൻ 1:42. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു. നിനക്ക് ഖേബ എന്നു പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ആമേൻ. യേശു ശീമോന് കൊടുത്ത ഒരു പേരാണ് കേഫ. കേഫ എന്ന് പറഞ്ഞാൽ എന്തുവാ? പാറക്കഷ്ണം. അന്നേരം യേശു തമ്പുരാനാണ് ശീമോനെ പാറക്കഷ്ണം എന്ന് വിളിച്ചത്. നിന്റെ എഴുതിയിരിക്കുന്നത് യു വിൽ ബി കോൾഡ് കേഫാസ്. നീ കേഫ എന്ന് വിളിക്കപ്പെടും. ഈ പാറയെന്ന് വിളിക്കപ്പെടുമെന്നല്ല പറഞ്ഞു. ഇനിയും ഈ പത്രോസ് എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്? അതുകൊണ്ടൊന്നും അറിയണ്ടേ?
സമുദായക്കാരൊക്കെ യേശു പറഞ്ഞ വാക്കുകളെ കൂട്ടിക്കളഞ്ഞ് പത്രോസ് പാറയാണ്, പത്രോസുമേലാണ് സഭ പണിതിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോ പത്രോസ് തന്നെ പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ? 1 പത്രോസ് 1 Peter chapter 2 verses 4 and 5. 1 പത്രോസ് 2:4-5 വായിക്കാം. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസനയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നോക്കണം, ഒരു മിനിറ്റ്. മനുഷ്യർ തള്ളിയതെങ്കിലും ജീവനുള്ളതും പിന്നെ ദൈവസനയിൽ ശ്രേഷ്ഠവും ആ മാന്യവുമായ ജീവനുള്ള കല്ലായ, ശ്രദ്ധിക്കണം, ശ്രേഷ്ഠ മാന്യവും ജീവനുള്ളതുമായ കല്ല്. ഈ കല്ലിനെ മനുഷ്യൻ തള്ളിയതാ. അതാ ഏത് കല്ലിന്റെ കാര്യമായി പറയുന്നേ? മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് ഏതാണ്? ജീവനുള്ളതും ശ്രേഷ്ഠവും മാന്യവുമായ കല്ലായ ക്രിസ്തു. ക്രിസ്തുവിനെയാണ് തള്ളിക്കളഞ്ഞത്, അല്ലേ? ബർബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ലോകമാണിത്. അന്നേരം ദ ലിവിംഗ് സ്റ്റോൺ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ജീവനുള്ള കല്ല് ക്രിസ്തുവാ, പത്രോസല്ല. വി ആർ ലിവിംഗ് സ്റ്റോൺസ്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, അത് സിംഗുലറാ. എന്നിട്ട് താഴെ വായിക്കുന്നത്, നാമും ജീവനുള്ള കല്ലുകളായി ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നോക്കിക്കേ, എത്ര അർത്ഥമുള്ള ഭാഗമാണ്. പത്രോസിന് വേണേ പറയാം, പാറയായ എന്റെ അടുക്കൽ വന്ന് നിങ്ങൾ എല്ലാവരും ആത്മീയഗ്രഹമായി പണിയപ്പെടുന്നെന്ന് വേണേ പത്രോസിന് പറയാം. പത്രോസ് പറയത്തില്ല, കാരണം പത്രോസ് പാറയല്ല. പത്രോസ് ഒരുമിച്ച് നമ്മളെയും കൂടെ കൂട്ടിക്കൊണ്ടാ പറയുന്നത്, നാമും ജീവനുള്ള കല്ലുകളായി. പീറ്റർ ഈസ് വൺ ഓഫ് ദ സ്റ്റോൺസ്. Peter is not at all a rock. One of the stones. കല്ലുകളിൽ ഒന്നാ പത്രോസ്. നാമും ജീവനുള്ള കല്ലുകളായി. കണ്ടോ? അന്നേരം ജീവനുള്ള കല്ലുകളായ നാം, പത്രോസ് ഉൾപ്പെടെ, മനുഷ്യർ തള്ളിയ മാന്യവും ശ്രേഷ്ഠവും ജീവനുള്ള കല്ലായ ക്രിസ്തുവിൽ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. സഭ ക്രിസ്തുവിലാണ് പണിയപ്പെടുന്നത്. സഭ പത്രോസിലല്ല പണിയപ്പെടുന്നത്. മനസ്സിലായോ? അത് മാത്രമല്ല, 1 പത്രോസ് 2:6 വായിച്ചേ. 1 പത്രോസ് 2:6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അങ്ങനെ ചീഫ് കോർണർ സ്റ്റോൺ, എലക്ട് ആൻഡ് പ്രഷ്യസ്. അടുത്ത വായിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. പത്രോസിൽ വിശ്വസിച്ചവരെല്ലാം ലജ്ജിച്ചു പോകും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. മനസ്സിലായോ? ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ബീയിങ് ദ കോർണർ സ്റ്റോൺ. എഫീഷ്യൻസ് ചാപ്റ്റർ 2 verse 20 അത് വായിച്ചേ. എഫീസ്യർ 2:20. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആമേൻ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ, ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ബീയിങ് ദ കോർണർ സ്റ്റോൺ. മനസ്സിലായോ? 21 വാക്യം കൂടെ വായിക്കാമോ?
അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആമേൻ. ആരിലെ? ക്രിസ്തുവിൽ. അന്നേരം പത്രോസിലല്ല സഭ വളരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ, പത്രോസിലല്ല സഭ വളരുന്നത്. ഇനി ഏതെങ്കിലും ആൾക്കാർ പഠിപ്പിച്ചാൽ അത് വചനവിരുദ്ധമാണ്. അന്നേരം കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആ 20ഉം 21 ഒന്നുകൂടെ ചേർന്ന് വായിച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറണം. ഇത് എഫേഷ്യൻസ് ചാപ്റ്റർ യേശു തന്നെ വേഴ്സസ് 20 and 21 വായിച്ചാട്ടെ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആമേൻ. ക്രിസ്തുവിൽ, അവനിൽ. മനസ്സിലായോ? വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഒരിക്കലും പത്രോസ് പാറയല്ല, പത്രോസിന്മേലല്ല സഭ പണിപ്പെട്ടിരിക്കുന്നത്. പത്രോസും നമ്മെ പോലെ കല്ലുകളിൽ ഒരു കല്ലുകൾ മാത്രമാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സഭയെ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണി, ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന, ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് അല്ല പണിയുന്നത്. ഇവിടെ കർത്താവ് പറയാ ഞാൻ എൻ്റെ സഭയെ പണിയും. ഗുരുകൂട്ടർ പറയേണ്ട പത്രോസാണ്. സൃഷ്ടാവിനെ മാറ്റി വെച്ചിട്ട് സൃഷ്ടിയുടെ പുറകെ പോകുന്ന പോഷന്മാരായ ആളുകൾ ദുഃഖകരം തന്നെ. ഈ കർത്താവിനെ അനുഗമിപ്പാനുള്ള ഭാഗ്യം ദൈവം തന്നത് ഓർത്ത് കരമൂർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. സ്തോത്രം. ചിലർ പഠിപ്പിക്കുന്നുണ്ട് പത്രോസിന് ഏതാണ്ട് ഭയങ്കര സ്ഥാനമായിരുന്നു. പത്രോസ് ഇങ്ങനെ പല കാര്യങ്ങളും ഇടിച്ചിടിച്ചൊക്കെ നിന്നെന്നുള്ള സത്യമാണ്, അല്ലേ? പക്ഷേ മറ്റു ശിഷ്യന്മാരെക്കാൾ വലിയ പദവിയോ സ്ഥാനമോ ഒന്നും പത്രോസിന് അങ്ങനെ കർത്താവ് കൊടുത്തില്ല. നമുക്കത് ചിന്തിക്കേണ്ടതായിട്ടുണ്ടല്ലോ, അല്ലേ? ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുവിനെ പത്രോസ് ഏറ്റു പറയുമ്പോൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു, അല്ലേ? അത് സിംഗിൾ ഫോമിലാ പറഞ്ഞു. അന്നേരം അത് ആ വാക്യം എടുത്ത് എല്ലാവരും പറയും ശിഷ്യന്മാരിലേക്കാൾ ഏറ്റവും കൂടുതൽ ഉയർന്ന പദവി പത്രോസിന് കിട്ടി. താക്കോല് കൂട്ടം മുഴുവൻ ആർക്ക് കൊടുത്തേക്കുവാ? മലയാളത്തിൽ താക്കോലെന്നാ കേട്ടോ, ഇംഗ്ലീഷ് അങ്ങനല്ല, താക്കോലുകൾ എന്നാ. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്ന. ആ വാക്യം മാത്രം അറിയാവുന്നവര് പത്രോസിനെ തല വെച്ചുകൊണ്ട് നടക്കും. എന്നാൽ അതേ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം വായിച്ചേ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ. പത്രോസ് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നാണ് എഴുതിയേക്കുന്നത്. നിങ്ങളോട് പറയുന്നു. ആണോ? യേശു തമ്പുരാൻ പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിഞ്ഞ സ്വർഗത്തിൽ അഴിയപ്പെടും എന്നൊക്കെ പറഞ്ഞു. അന്നേരം അതേ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ എന്ത് ചെയ്യാ? ശിഷ്യന്മാർ 12 പേരോടും പറയുന്ന നോക്കിക്കേ. ആ 18-ന്റെ 18 വായിക്കാം. നിങ്ങൾ ഭൂമിയിൽ ഒരു മിനിറ്റ് ചുമ്മാ ഓടിച്ചു വിടാൻ പോകല്ലേ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. വാത്സല്യ വേദവിദ്യാർത്ഥികളെ, പത്രോസിനോട് യേശു എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് മറ്റെല്ലാ ശിഷ്യന്മാരോടും യേശു പറഞ്ഞത്. ഇനി ഒരു ആമേൻ പറയാമോ?
ആമേൻ. നിങ്ങൾ അത് പറയാതിരുന്നെങ്കിൽ നമ്മള് ബുദ്ധിമുട്ടേണ്ടി വന്നേനായിരുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ എന്ത് ചെയ്യും? അഴിയപ്പെട്ടിരിക്കും. അന്നേരം പത്രോസിന് കൊടുത്ത അതേ ശക്തി, അതേ അധികാരം, അതേ കൃപ മറ്റുള്ള ശിഷ്യന്മാർക്ക് യേശു കൊടുത്തു, ഇല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊന്നും ദൈവം തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്ക് മാത്രമല്ല, കർത്താവിനെ അനുഗമിക്കുന്ന സകല വിശുദ്ധന്മാർക്കും ഈ ആത്മീയ അധികാരം ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. യോഹന്നാൻ 20:23. ആകയാൽ ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ, അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. യോഹന്നാൻ 20:23 സോറി അല്ല. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അവിടെ എല്ലാം പ്ലൂറലായിട്ടാ പറയുന്നത്. ആരുടെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചർച്ച് ലീഡേഴ്സിന് മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനല്ല അതിന്റെ അർത്ഥം. ആരുടെയും പാപങ്ങൾ നമുക്ക് മോചിക്കാൻ പറ്റുമോ? നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്താൽ, ബ്രദറെ ഞാനത് ക്ഷമിച്ചെന്ന് പറയാം. സകല മനുഷ്യരോടും മനുഷ്യൻ പലത് തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് സുജിൻ ജോയ് ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആ തെറ്റും ഈ തെറ്റൊക്കെ ചെയ്തല്ലോ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതെന്തോ വിരോധാഭാസമാണ്. വീണ്ടും തെറ്റ് ചെയ്യാനുള്ളതായ ടെൻഡൻസി കൂട്ടത്തേ ഉള്ളത്. അതല്ല അതിന്റെ അർത്ഥം. എങ്ങനാ പാപം മോചിക്കുന്നത്? ആരിൽ കൂടാണ് പാപം മോചിക്കുന്നത്? മനുഷ്യന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടോ? ഉണ്ടോ? മനുഷ്യൻ ഒരിക്കലും പാപങ്ങളെ മോചിക്കാൻ അധികാരമില്ല. അത് കർത്താവിന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെ വായിക്കേ. 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മൾ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങൾ. അന്നേരം പാപം എങ്ങനെ മോചിക്കപ്പെടുന്നേ? യേശുവിന്റെ രക്തത്താൽ. പത്രോസ് പറഞ്ഞാൽ പാപം മോചിക്കുവോ? യോഹന്നാൻ പറഞ്ഞാൽ പാപം മോചിക്കുവോ? സൈമൺ ബാർഷ് പറഞ്ഞാൽ പാപം മോചിക്കുവോ? അങ്ങനെ മോചിക്കുകയല്ല. പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടല്ലേ യേശു പലപ്പോഴും രോഗികളെയൊക്കെ സൗഖ്യമാകുമ്പോൾ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു, ഇനി നീ പാപം ചെയ്യല്ലേ എന്ന് പ്രത്യേകം പറയും. ഇവിടെ വായിച്ചു, യോഹന്നാൻ പറയുകയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, അതായത് കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അന്നേരം നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ
അവിടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സാക്ഷാൽ പാപത്തെ മോചിപ്പാൻ അധികാരമുള്ള യേശു ക്രിസ്തുവിനെ ജനത്തിന് ചൂണ്ടിക്കാണിക്കുക, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, സുവിശേഷത്തിൽ കൂടെ ജനം യേശുവിനെ തിരിച്ചറിയണം. അതാണ് നമ്മളെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അല്ലാതെ നമ്മളെല്ലാം പോയി ബ്രദറിന്റെ പാപം ഞാൻ ക്ഷമിച്ചു, സഹോദരിയുടെ പാപം ക്ഷമിച്ചു, അങ്ങനെ ക്ഷമിക്കപ്പെടുകയില്ല. മനസ്സിലായോ? അത് യോഹന്നാൻ 1:29 വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കിടപ്പുണ്ട്. യോഹന്നാൻ 1:29. പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Behold the Lamb of God which takes away the sin of the world. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കർത്താവിന് മാത്രമേ പാപത്തെ ചുമക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് അതിന്റെ യഥാർത്ഥ മീനിങ് നമ്മൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്ന പത്രോസിന്റെ ശുശ്രൂഷയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10 43-44. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു നിമിഷം ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ജാതിയായ കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുക. സകല പ്രവാചകന്മാരും എന്നാ സാക്ഷ്യം പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. സൈമൺ പാസ്റ്ററുടെ നാമത്തിലോ പത്രോസിന്റെ നാമത്തിലോ യോഹന്നാന്റെ നാമത്തിലോ ഏതെങ്കിലും ചർച്ച് ലീഡേഴ്സിന്റെ നാമത്തിലോ അല്ല പാപമോചനം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിലാണ് പാപമോചനം. തീർന്നില്ല, വായിക്കാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എത്ര സത്യമായ കാര്യം! ദൈവവചനം അവിടെ പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറ്റബോധമുണ്ടായി. അവർ പാപങ്ങൾ അവർ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരണമെങ്കിൽ അവരുടെ പാപത്തെ കുറിച്ച് ബോധ്യമുണ്ടായി യേശുവിനെ സ്വീകരിക്കണം. ഒരു പാപിയിൽ പരിശുദ്ധാത്മാവ് വരത്തില്ല. അവിടെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അവരുടെ പാപം ദൈവം ക്ഷമിച്ചു, അവർ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വചനം അവർ അംഗീകരിച്ചു. അങ്ങനെ അവർ സിൻസ് ആർ ഫോർഗീവൺ, അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. ആരുടെ പാപം നിങ്ങൾ നിർത്തുന്നോ അത് നിർത്തൂ എന്ന് പറഞ്ഞാൽ, സുവിശേഷം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ പ്രസംഗിക്കുക. അങ്ങനെ മനുഷ്യന്റെ പാപങ്ങൾ ക്രിസ്തുവിൽ കൂടെ ക്ഷമിക്കപ്പെടുവർ യേശുവിനെ അംഗീകരിക്കും. അല്ലാതെ പത്രോസോ ഏതെങ്കിലും ഒരു പുരോഹിതനോ ഒരു സഭാ നേതാവോ ഒരു മനുഷ്യന്റെ പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ബൈബിൾ അത് അനുവദിക്കുകയുമില്ല. മനസ്സിലായല്ലോ? സ്തോത്രം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്ക് തേഴ്സ്ഡേയില് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം സൺഡേയില് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് എന്റെ വർഷിപ്പാണ്, ആരാധന. മോർണിംഗ് എന്നുള്ളത് ഈവനിങ് ആയിപ്പോയി, ടൈം മാറിപ്പോയി. അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അത് കുറച്ചുനാള് അങ്ങനെ പോകാനൊക്കത്തുള്ളൂ. തേഴ്സ്ഡേ ആകുമ്പോൾ വേറെ ചില അത്യാവശ്യങ്ങളൊക്കെ, എങ്കിലും അത്യാവശ്യമായിട്ട് ചില ക്ലാസ്സുകൾ ഞാൻ എടുത്ത് തീർക്കണമല്ലോ. പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ